ഇസ്രായേൽ ലെബനോൻ വെടിനിർത്തല് രണ്ടാഴ്ചത്തേക്ക് കൂടെ നീട്ടി എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇസ്രായേൽ ഈ സമയത്ത് ചുമ്മാ ഇരിക്കുകയായിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു ഉണ്ട പോലും പുറത്തു വിടാണ്ട് ഇരിക്കുകയായിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല. വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വന്നാൽ ഇപ്പൊ നമുക്കറിയാം, അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറുണ്ട്. ട്രംപ് ഏകപക്ഷീയമായിട്ടാണെന്നുണ്ടെങ്കിലും ആ വെടിനിർത്തൽ കരാറിന് അല്ലെങ്കിൽ ആ വെടിനിർത്തൽ സമയത്തിനെ നീട്ടി വെച്ചിട്ടുണ്ട്. ഹോർമൂസിൽ വേറെ ഉപരോധം കൊണ്ടുവരികയും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വെടിനിർത്തലിന്റെ ഇടയ്ക്ക് ഈ വാക്കുകൊണ്ടുള്ള വാക്പോരല്ലാണ്ട് ആയുധങ്ങൾ കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇസ്രായേലായിട്ട് ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്ന സമയത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പൊ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും പല സ്ഥലങ്ങളിലും പല സമയത്തും ഇവർ വീണ്ടും പോയി വെടിവെക്കുകയും അതേപോലെ തന്നെ വീണ്ടും പോയി ബോംബിടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേൽ ഏതൊരു രാജ്യമായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്ത് ഒരു വെടിനിർത്തൽ കരാറിലോട്ട് പോകുന്നുണ്ടെങ്കിലും അതിനെ ആദ്യം ലംഘിക്കുന്നതും ഇസ്രായേൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോ സെയിം കേസ് തന്നെയാണ് ലെബനോണിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലെബനോണിൽ നിങ്ങൾക്ക് അറിയോ, അതായത് ലെബനോന്റെ അതിർത്തികളിൽ നിന്നും ഏകദേശം 7-8 കിലോമീറ്ററോളം അകത്തോട്ട് കയറിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു യെല്ലോ ലൈൻ വരച്ചിട്ടുള്ളത്, ഒരു ബഫർ സോണായിട്ട് വരച്ചിട്ടുള്ളത്. ഇസ്രായേൽ ഇപ്പൊ നിൽക്കുന്നത് ഇസ്രായേലിന്റെ അതിർത്തികളിലല്ല, ലെബനോനിലെ ഗ്രാമങ്ങളിലോട്ട് എന്താ പറയാ അധിനിവേശം നടത്തി ലെബനോന്റെ ഗ്രാമങ്ങളിലാണ് ഇസ്രായേൽ ശരിക്കും ഈ പറയുന്ന യെല്ലോ ലൈൻ വരച്ചിട്ടുള്ളത്.